ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് പഴമാണ്. അപ്പം ഈ ഒരു പഴം നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴത്തിന് പകരം ഏത് ടൈപ്പുള്ള പഴമാണെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമായിരിക്കണം. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് മുഴുവനായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ പീസായിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാ പശുവിൻ പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും, പക്ഷേ തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനൊന്ന് പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ് വേണ്ടിയത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ടും ബദാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നട്ട്സ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതേതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി പറയണില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നട്ട്സ് കടിക്കാൻ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്നാക്കിന് നല്ലൊരു രസമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നട്ട്സ് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് തന്നെയാണ്. ഇനി നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് അടികട്ടിയുള്ള പാത്രം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പഴക്കാകുമ്പം പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും ഒക്കെ നല്ല ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാൻ വേണമെന്ന് നിർബന്ധമില്ല. നല്ല അടികട്ടിയുള്ള ഏത് ടൈപ്പ് പാത്രമായാലും മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചിട്ട് ഒന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഴം നന്നായിട്ട് മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന സമയം തന്നെ ഒരുമിച്ച് ചേർക്കാണ്ട് കുറേശ്ശെ ചേർത്തിട്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ശർക്കരപ്പാനൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലെത്തുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അത്യാവശ്യമൊക്കെ കട്ടിയായിട്ട് വന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്ക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കണം. നിങ്ങൾ ഇത് കുക്കായിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ നമ്മളിത് കയ്യിലിങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് ബോളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പാനിന്നൊക്കെ നന്നായിട്ട് വിട്ടിട്ട് അത്യാവശ്യമൊക്കെ അടിഭാഗമൊക്കെ മുരിഞ്ഞ് വരുന്ന ഒരു ടെക്സ്ചറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. പിന്നെ നെയ്യ് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ കറക്റ്റ് ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 1 സ്പൂണിൻ്റെ അടിഭാഗത്തിൽ ഇച്ചിരി ഒരു നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നട്ട്സ് ഇങ്ങനെയൊന്നും യൂസ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമൊന്നുമില്ല. നട്ട്സ് ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ കാഷ്യൂനട്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പീനട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്.
സാധാരണ നമ്മൾ പഴത്തിൻ്റെ തൂലൊക്കെ കറുത്ത് കഴിഞ്ഞാൽ മക്കൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇഷ്ടക്കേട് കാണിക്കും. അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവണ റെസിപ്പിയും കൂടി ആവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചൂടാറിയിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കുക്കിംഗ് ടൈമാണ്. നന്നായിട്ട് കുക്കായിട്ട് പാനിനൊക്കെ വിട്ട് വന്നിട്ട് കട്ടിയാവണ ഒരു കൺസിസ്റ്റൻസി വരെ ഇത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്